നമസ്കാരം. കേരളം ബഹുമാനിക്കുന്ന ഒരു നടനെ അദ്ദേഹം അഭിനയിച്ച ഒരു സിനിമയുടെ പേരിൽ വർഗീയ വിദ്വേഷത്തിന് ഇരയാക്കുന്നത് ശരിയാണോ? നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പലതവണ ആലോചിച്ച ഒരു കാര്യമാണ്. കാതൽ എന്ന സിനിമയെക്കുറിച്ചാണ് പറയുന്നത്. കാതൽ എന്ന സിനിമ പുറത്തിറങ്ങി സ്വവർഗ അനുരാഗത്തെക്കുറിച്ചുള്ള പരാമർശത്തിൻ്റെ പേരിൽ അതിലെ നായകനായ മമ്മൂട്ടിയെ തീവ്ര ക്രിസ്ത്യൻ സംഘടനയായ കാസയും അതിൻ്റെ പിന്നാലെ KCBCയുടെ പത്രക്കുറിപ്പും ഒക്കെ അവഹേളിക്കുകയും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ തന്നെ അപമാനിക്കുന്ന വിധത്തിൽ രംഗത്ത് വരികയും ചെയ്തത് നമ്മൾ കണ്ടു. എന്നാൽ ഇന്ന് ഒരു വ്യത്യസ്തമായ സാഹചര്യം ഉണ്ട്. അവർ ചില ഉത്തരങ്ങൾ പറയേണ്ടതുണ്ട്. അതിനാണ് ഞാൻ ഈ വീഡിയോയുമായി രംഗത്ത് വന്നത്. മാർപ്പാപ്പ ഇന്നലെ പരസ്യമായി പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്. മാർപ്പാപ്പ ലോകത്തെ സ്വവർഗ ദമ്പതികളെക്കുറിച്ചുള്ള നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വരികയുണ്ടായി. ഇന്നത്തെ പത്രങ്ങളിലൊക്കെ ആ വാർത്തയുണ്ടാവും, മാധ്യമങ്ങളിലൂടെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ നമ്മൾ കാതലുമായി ചേർത്ത് വെച്ച് മാർപ്പാപ്പയുടെ നിലപാടിനെ വായിക്കുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോയ്ക്ക് അങ്ങനെ 3 ഭാഗമുണ്ട്. 1, മാർപ്പാപ്പയുടെ നിലപാട്. 2, കാസ എന്ന തീവ്ര ക്രിസ്ത്യൻ സംഘടനയുടെ നിലപാട്. KCBCയുടെ നിലപാട്. മമ്മൂട്ടിയോട് മാപ്പ് പറയാൻ എന്താണ് അവർക്ക് മടി എന്ന ചോദ്യവും അതിനുള്ള ഉത്തരവും. സ്വവർഗ ദമ്പതികൾക്ക് കൂദാശകളുടെയോ ആരാധനാക്രമങ്ങളുടെയോ ഭാഗമല്ലാതെ ആശീർവാദം നൽകാൻ വൈദികരെ ഔദ്യോഗികമായി അനുവദിച്ചാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ രംഗത്ത് വന്നത്. ദൈവാനുഗ്രഹം തേടാനും സഭയോട് അടുത്ത് നിൽക്കാനും ആഗ്രഹിക്കുന്നവരെ അതിര് കടന്ന ധാർമ്മിക വിചാരണയിലൂടെ തടയേണ്ടതില്ല എന്ന് വത്തിക്കാൻ പുറത്തിറക്കിയ രേഖ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒക്ടോബർ 2 യാഥാസ്ഥിതിക കർദിനാൾമാർക്ക് മാർപ്പാപ്പ എഴുതിയ കത്തിൻ്റെ വിശദീകരണമാണ് പുതിയ രേഖ. സഭയുടെ കാഴ്ചപ്പാടിൽ വിവാഹം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആജീവനാന്ത ഉടമ്പടിയാണ്. അതിൽ മാറ്റമില്ല. എന്നാൽ ആ കാഴ്ചപ്പാടിന് പുറത്തു നിൽക്കുന്നവർ അനുഗ്രഹാഭ്യർത്ഥനയുമായി എത്തുമ്പോൾ ഉപേക്ഷിക്കുകയോ സഭയിൽ നിന്ന് അകറ്റുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ലോകത്തെ വിശാലമായ കാഴ്ചപ്പാട് വീണ്ടും വിശാലമാകുന്ന ഘട്ടത്തിൽ മാർപ്പാപ്പ സമാനമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതിനൊപ്പം നിൽക്കുന്ന നിലപാട് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. സമീപ നാളുകളിലാണ് സുപ്രീം കോടതി ഈ സ്വവർഗാനുരാഗവുമായി ബന്ധപ്പെട്ട സ്വവർഗ ദമ്പതികളെ അല്ലെങ്കിൽ സ്വവർഗ വിവാഹത്തെക്കുറിച്ചുള്ള ഒരു വിധി പുറപ്പെടുവിച്ചത്. അത് നമുക്ക് ഓർമ്മയുണ്ടാവും. അന്ന് ഒരുപക്ഷെ ലോകത്തെങ്ങുമുള്ള സ്വവർഗ വിവാഹം നിയമമാക്കിയ രാജ്യങ്ങളുടെ പട്ടിക എടുത്തു നോക്കിയാൽ പോലും ലോകത്തെങ്ങുമുള്ള രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ക്രിസ്തു മത മേധാവിത്വമുള്ള രാജ്യങ്ങളാണ് മുന്നിൽ. വിരലിലെണ്ണാവുന്ന രാജ്യങ്ങളാണെങ്കിൽ പോലും അവരാണ് മുന്നിൽ. മാത്രമല്ല, ഫ്രാൻസിസ് മാർപ്പാപ്പ നേരത്തെയും ഈ കാര്യത്തിൽ തൻ്റെ നിലപാട് അനുഭാവം വ്യക്തമാക്കുകയും ചെയ്തതാണ്. മനുഷ്യൻ, ആണും പെണ്ണും ഒഴികെ എല്ലാ മനുഷ്യനും മോശക്കാരാണ് എന്ന കാഴ്ചപ്പാട് ആഗോള സഭയ്ക്കില്ല. ഒരുപക്ഷെ കാതൽ എന്ന സിനിമ നേരിട്ട കാസ പോലെയുള്ള സംഘടന ഉയർത്തിവിട്ട ഒരു പ്രധാന കാര്യം അതിലെന്തിനാണ് ക്രിസ്തു മത അനുയായികളായ ആളുകളെ കേന്ദ്ര കഥാപാത്രമാക്കിയത് എന്നുള്ള ചോദ്യമാണ്. എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ തോന്നിയൊരു പ്രധാനപ്പെട്ട കാര്യം, ക്രിസ്തു മതാംഗങ്ങൾക്ക് മാത്രമാണ് ഒരുപക്ഷെ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാനുള്ള ലോക സാഹചര്യം ഉള്ളത്. ലോകത്തെങ്ങും ഏറ്റവും പുരോഗമനാത്മകമായ ഏറ്റവും പുതിയ ആധുനിക വീക്ഷണം ഉൾക്കൊള്ളുന്ന ലോക മതങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് ക്രിസ്തു മതമാണ്. ആ അർത്ഥത്തിൽ കേരളത്തിലെയോ ഇന്ത്യയിലെയോ സങ്കുചിത വീക്ഷണത്തിനപ്പുറത്ത് ലോക ക്രൈസ്തവർ സ്വീകരിക്കുന്ന, ലോക ക്രൈസ്തവ നേതൃത്വം സ്വീകരിക്കുന്ന നിലപാട് അതിൽ പ്രധാനമാണ്. അതുകൊണ്ട് കാതൽ ഏറ്റവും വൃത്തിയായി ലോകത്തിന് മനസ്സിലാവുന്ന വിധത്തിൽ അവതരിപ്പിക്കാൻ പറ്റിയ കഥാപാത്രങ്ങളുടെ പശ്ചാത്തലം ക്രൈസ്തവ പശ്ചാത്തലം തന്നെയാണ് എന്ന് എനിക്ക് ആ സിനിമ കണ്ട സമയത്ത് ആലോചിച്ചപ്പോൾ തോന്നിയിരുന്നു. എന്തായാലും നമ്മൾ വരുന്നത് മാർപ്പാപ്പയുടെ ഈ നിലപാട് വന്ന സാഹചര്യത്തിൽ കാസയും KCBCയും പോലുള്ള സംഘടനകൾ, ക്രൈസ്തവ സംഘടനകൾ, മമ്മൂട്ടിക്ക് അല്ലാതെയും ഇസ്ലാം സംഘടനകളുടെ ഭാഗത്തു നിന്നും ആക്രമണം നേരിട്ടിരുന്നു. ഇപ്പോൾ ഈ മാർപ്പാപ്പയുടെ നിലപാട് വന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ കാര്യം പ്രത്യേകമായി പരാമർശിക്കുന്നത്. ആ സംഘടനകൾ തങ്ങളുടെ നിലപാട് തിരുത്തുകയോ മാർപ്പാപ്പയുടെ നിലപാടിനോട് ചേർന്ന് നിന്നുകൊണ്ട് പുതിയ നിലപാട് വ്യക്തമാക്കുകയോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതിലാദ്യം എന്താണ് ഇതിൻ്റെ ഈ വിവാദത്തിലേക്ക് മമ്മൂട്ടിയെ വലിച്ചഴിച്ചതിൻ്റെ പ്രധാന അടിസ്ഥാനം? മമ്മൂട്ടി ഒന്നൊരു കഥാപാത്രം അവതരിപ്പിച്ചൊരു നടൻ മാത്രമാണ് സിനിമയിൽ. ആ സിനിമയുടെ സംവിധാനം, എഴുത്ത് ഒക്കെ മറ്റ് വ്യത്യസ്തരായ ആളുകളാണ്. ജിയോ ബേബിയാണ് അതിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള ആ സിനിമയുടെ ക്രിയേറ്റീവ് സൈഡിൽ പ്രവർത്തിച്ച, ക്രിയാത്മകമായി തങ്ങളുടെ സംഭാവനകൾ നൽകിയ ആളുകളെ പരാമർശിക്കുക പോലും ചെയ്യാതെ നേരിട്ട് മമ്മൂട്ടി എന്ന ഇസ്ലാം മതസ്ഥനായ ഒരാളെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ആക്രമണത്തിനാണ് കാസ മുതിർന്നത്. അതുകൊണ്ട് അവരുടെ പ്രധാന പ്രശ്നം അതിനകത്ത് വിഷയമായിരുന്നില്ല പുതിയൊരു വിഷയം സൃഷ്ടിക്കുക, അപ്പുറത്ത് മമ്മൂട്ടിയെ നിർത്തിക്കൊണ്ട് പുതിയൊരു വിഷയം സൃഷ്ടിക്കുക എന്നുള്ളതാണ് എന്ന് അന്ന് തന്നെ നമുക്കത് വായിക്കുമ്പോൾ തന്നെ വ്യക്തമാണ്. നമുക്ക് ഈ ഘട്ടത്തിൽ ഒന്നുകൂടി എന്താണ് കാസ അന്ന് പറഞ്ഞത് എന്നുള്ളത് ആലോചിച്ച് നോക്കിയാൽ കാര്യം വ്യക്തമാകും. ഞാൻ ആ പോസ്റ്റിൻ്റെ പ്രധാന ഭാഗങ്ങൾ മാത്രം, പ്രധാന ആശയം മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാതെ അതുപോലെ അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവരുടെ ഭാഷയൊക്കെ ആ തീവ്രത അങ്ങ്
കൂടിപ്പോയതിൻ്റെ പ്രശ്നങ്ങളുള്ളതാണ്. അതുകൊണ്ടെല്ലാം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അതുപോലെ അവതരിപ്പിക്കുന്നില്ല. അവരുടെ ആരംഭം അഭിസംബോധന തന്നെ നന്ദിയുണ്ട് മുഹമ്മദ് കുട്ടി എന്ന് പ്രത്യേകമായി വിളിച്ചിട്ട്, മമ്മൂട്ടി എന്ന് വിളിച്ചാൽ മൂപ്പര് വേറെ മതക്കാരനാണെന്നോ വിചാരിക്കുമോ, അതുകൊണ്ട് ഇസ്ലാമാണെന്ന് കൃത്യമായി മനസ്സിലാക്കണം. അതിനുവേണ്ടി നന്ദിയുണ്ട് മുഹമ്മദ് കുട്ടി എന്നാണ് അവരുടെ അഭിസംബോധന. അങ്ങ് തന്നെ നിർമ്മിച്ച് പുറത്തിറക്കിയിരിക്കുന്ന കാതൽ എന്ന ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ള ചിത്രത്തിൽ സ്വവർഗ അനുരാഗ കഥാപാത്രങ്ങളെ ക്രിസ്ത്യാനികൾ ആക്കിയെങ്കിലും കഥയിൽ അവരെ സൺഡേ സ്കൂൾ അധ്യാപകരാക്കി മാറ്റാതിരുന്നതിലും വിഷയം ചർച്ച ചെയ്യാൻ കുടുംബത്തിലെത്തുന്ന വൈദികനെ മദ്യപാനിയും ഈ സ്വവർഗ അനുരാഗ കമ്പനിയുടെ ഭാഗമായി മാറുന്ന രീതിയിൽ തിരക്കഥയാക്കാതിരുന്നതിലും പെരുത്ത് നന്ദിയുണ്ട്. 2 ഉപനായകന്മാരെ ക്രിസ്ത്യാനികളായ സ്വവർഗാനുരാഗികളാക്കിയിട്ട് അവരെ സന്മാർഗം ഉപദേശിച്ച് നന്നാക്കാൻ എത്തുന്ന മതപണ്ഡിതൻ്റെ റോളിലായിരുന്നു മമ്മൂട്ടിയെങ്കിൽ ഭീഷ്മപർവം പോലെ ഒന്നും കൂടിയും പൊളിച്ചേനെ. യുവതലമുറയെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ മാധ്യമമാണ് സിനിമ. അവരുടെ ഉപബോധ മനസ്സുകളിലേക്ക് സ്വന്തം സമുദായത്തെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും സ്വന്തം സംസ്കാരത്തെക്കുറിച്ചും അവമതിപ്പ് സൃഷ്ടിച്ച അപകർഷതാ ബോധത്തിൽ മുക്കുക എന്നുള്ളതാണ് പുറത്തു വരുന്ന ഇത്തരം ചിത്രങ്ങളുടെ ലക്ഷ്യം. അത്തരത്തിൽ വന്ന ഏറ്റവും വലിയ ക്രൈസ്തവ വിരുദ്ധ മലയാള ചിത്രമായിരുന്നു മമ്മൂട്ടി നായകനായ ഭീഷ്മപർവം. ഭീഷ്മപർവത്തെയും അവരങ്ങനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞു കേട്ടോ. ഭീഷ്മപർവം ഭയങ്കര ക്രൈസ്തവ വിരുദ്ധ സിനിമയാണ്. അതിനുശേഷം വീണ്ടും ഇതാ ഗൂഢലക്ഷ്യത്തോടെ ഒരു ക്രൈസ്തവ പശ്ചാത്തലത്തിലുള്ള ചിത്രം കാതൽ. കേന്ദ്ര കഥാപാത്രമായ നായകൻ സ്വവർഗഭോഗി ക്രിസ്ത്യാനി, നായകൻ്റെ സ്വവർഗഭോഗിയായ സുഹൃത്ത് അതും ക്രിസ്ത്യാനി. സ്വവർഗ അനുരാഗം കുടുംബ ബന്ധത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ എത്തുന്നതാകട്ടെ ഒരു വൈദികൻ. ഒരുപക്ഷെ ആ സിനിമ കാണുമ്പോൾ എനിക്ക് തോന്നിയത് വൈദികനൊക്കെ വരുമ്പോൾ ഒരു മാർപ്പാപ്പയുടെയൊക്കെ പ്രതിനിധീനെ പോലെ അരികുവൽക്കരിക്കപ്പെട്ടവൻ്റെ അടുത്തേക്ക് ആശ്വാസത്തിനെത്തുന്ന ഒരു പിതാവിൻ്റെ ഒരു പുരോഹിതൻ്റെ ഒക്കെ ഭാവം ആ കഥാപാത്രത്തിലുണ്ടായിരുന്നു. ഭയങ്കരമായി നമുക്ക് ബഹുമാനം തോന്നുന്ന ഒരു കഥാപാത്രമാണ്. അങ്ങനെയുള്ള കഥാപാത്രം ഒരുപക്ഷെ ഒരു വൈദികന് മാത്രം അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു കഥാസാഹചര്യം കൂടിയാണ്. ഈ വൈദികനാകട്ടെ പലതവണ നേരിട്ടല്ലാതെ സ്വവർഗാനുരാഗത്തെ ന്യായീകരിക്കാനും തൻ്റെ വാക്കുകളിൽ ശ്രമിക്കുന്നുണ്ട്. മൊത്തത്തിൽ നല്ല ബെസ്റ്റ് സെറ്റപ്പ്. അപ്പോൾ ഈ വൈദികൻ മാത്രമല്ല, മാർപ്പാപ്പയും ഇപ്പം ന്യായീകരിച്ച് കഴിഞ്ഞു. അപ്പം മാർപ്പാപ്പയെക്കുറിച്ചും ഈ സെറ്റപ്പിൻ്റെ കാര്യം പറയുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. സിനിമയുടെ കഥ വായിച്ച് കേൾക്കുന്ന പതിവ് താങ്കൾക്കുള്ള സ്ഥിതിക്ക് സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഒരിക്കലെങ്കിലും താങ്കളുടെ മനസ്സിലേക്ക് കേരളത്തിൽ ആഴ്ചയിൽ 2ഉം 3ഉം വരുന്ന വാർത്തകൾ വന്നിട്ടില്ല എന്ന് മാത്രം പറയരുത്. കാരണം താങ്കളും സംവിധായകൻ ജിയോ ബേബിയും കഥാകൃത്തും ഒന്നും മാനത്ത് നിന്ന് പൊട്ടി വീണവരല്ലോ. ഈ കേരളത്തിൽ തന്നെ ജീവിക്കുന്നവരല്ലേ. പിന്നെ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്നാണല്ലോ പ്രമാണം. നടക്കട്ടെ. പിന്നെ ഒന്നിനും മനസ്സിലാകാത്ത മണ്ടന്മാരാണ് ഞങ്ങൾ എന്ന് മാത്രം അങ്ങും കൂടെയുള്ളവരും ധരിക്കരുത്. നോട്ടീസ് ബോർഡ്. ഭീഷ്മപർവം എന്ന സിനിമ കണ്ട ശേഷം ട്രെൻഡിനൊപ്പം എന്ന് പറഞ്ഞ അൾത്താരയുടെ മുന്നിൽ നിന്ന് വൈദികരെ കൊണ്ടും കന്യാസ്ത്രീകളെ കൊണ്ടും എന്തിന് പാവം സൂസപ്പാക്കിയം പിതാവിനെ കൊണ്ടുവരെ ചാമ്പിച്ച എല്ലാ മുതലുകളോടും ഔദ്യോഗിക അധികാരത്തിൻ്റെ തഴമ്പ് ഉള്ള സർവ്വ ക്രിസ്ത്യൻ യുവജന സംഘടനകളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സിനിമ കണ്ട ശേഷം ട്രെൻഡിനൊപ്പം എന്ന് പറഞ്ഞ് പഴയതുപോലെ ഇറങ്ങരുത്. സംഗതി അസന്മാർഗികമാണ് എന്നാണ്. വ്യക്തമാണ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാണ്. ഇതാണ് കാസ പറഞ്ഞ കാര്യം. ചോദിക്കാൻ ഇത്രയേ ഉള്ളൂ. ആ സിനിമയിലെ പിതാവിനെ പോലെ തന്നെ ഇപ്പോൾ മാർപ്പാപ്പ അതിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അനുഭാവം മാത്രമല്ല, ക്രൈസ്തവ പ്രാർത്ഥനാ നിയമങ്ങളിൽ തന്നെ ചില ഭേദഗതികൾ നിർദ്ദേശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. പ്രാർത്ഥനാ ശുശ്രൂഷ നൽകേണ്ട അത്തരക്കാരെ അതിരുകടന്ന ധാർമ്മിക വിചാരണയിലൂടെ മാറ്റി നിർത്തരുത് എന്ന് പ്രത്യേകമായി പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ അവർക്ക് ആശീർവാദം നൽകുന്നതിന് വേണ്ടി ഔദ്യോഗികമായുള്ള അനുവാദം മാർപ്പാപ്പ നൽകിയത്. കാസ പറഞ്ഞതൊക്കെ പിൻവലിക്കാനൊന്നും സാധ്യതയില്ല. കാരണം കാസ എന്ന് പറഞ്ഞ പുറമേ കാണുന്ന ആളുകളല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അവർക്ക് ഇനിയും അടുത്ത വിഷയത്തിലേക്ക് കടക്കാനുള്ള സമയവും സൗകര്യവും അവരുണ്ടാക്കിക്കോളും. ഇത് അതിൻ്റെ വഴിക്ക് വിട്ടു. അവിടെ നിന്ന് കിട്ടാനുള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനി രണ്ടാമത്തേത് KCBC പോലെ മുഖ്യധാരയിൽ ഉള്ള സംഘടനയുടെ നിലപാടാണ്. KCBC ജാഗ്രതാ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ മൈക്കിൾ പുളിക്കൻ CMI അന്ന് പത്രക്കുറിപ്പ് തന്നെ പുറത്തിറക്കി. എന്താ വെച്ചാൽ ക്രൈസ്തവ വിരുദ്ധമാണ് സിനിമയുടെ പശ്ചാത്തലം. സ്വവർഗ പ്രണയം പോലുള്ള ആശയപ്രചരണത്തിന് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പശ്ചാത്തലം ദുരുപയോഗിച്ച പ്രവൃത്തി പ്രതിഷേധാർഹമാണ് എന്നാണെന്ന് അവർ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറഞ്ഞിരുന്നത്. മാത്രമല്ല, ഇത് എങ്ങനെ ക്രൈസ്തവ വിരുദ്ധമാകുന്നത് എന്ന് പ്രത്യേകമായി വലിയ വാർത്താക്കുറിപ്പാണ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്തിൻ്റെ ചില പോയിന്റുകൾ ഞാൻ പറയാം. കാത്തോലിക്ക സഭ എക്കാലവും ശക്തമായി മുന്നോട്ട് വയ്ക്കുന്ന ധാർമ്മിക മൂല്യങ്ങളെ വെല്ലുവിളിക്കുക എന്ന ലക്ഷ്യം സിനിമയ്ക്കുണ്ട്. കാത്തോലിക്ക കുടുംബ ദേവാലയ പരിസരങ്ങളാണ് സിനിമയുടെ പശ്ചാത്തലം. മതപശ്ചാത്തലങ്ങൾ ഒരു അനിവാര്യതയായിരുന്നില്ല. എങ്കിലും അത്തരമൊരു കുടുംബത്തെ തന്നെ തിരഞ്ഞെടുത്തത് നിഷ്കളങ്കമായാണ് എന്ന് കരുതില്ല. പ്രോഗ്രസീവായി ചിന്തിക്കുന്ന ഒരു കത്തോലിക്ക പുരോഹിതനും സിനിമയിൽ ഒരു കഥാപാത്രമാണ്. സ്വവർഗ ലൈംഗികതയെ തള്ളിപ്പറയുന്ന കത്തോലിക്ക സമൂഹത്തിലെ ഒരു കുടുംബത്തെ തന്നെ
കഥാപാത്രങ്ങളായി നിശ്ചയിച്ചു എന്നുള്ളത് ഇക്കാര്യത്തിൽ സഭയുടെ നിലപാട് ശരിയല്ല എന്ന് സ്ഥാപിക്കാനുള്ള ലക്ഷ്യമാണ്. ദൈവവിശ്വാസങ്ങളില്ലാത്ത ന്യൂ ജനറേഷൻ ഈ ചലച്ചിത്രത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. ദൈവവിശ്വാസികളായ മാത്യുവിൻ്റെയും ഓമനയുടെയും മകൾ പള്ളിയിൽ കയറാൻ താല്പര്യം കാണിക്കാത്തവളും പ്രോഗ്രസീവായി ചിന്തിച്ച് അപ്പൻ്റെ സ്വർഗാനുരാഗത്തെ പിന്തുണയ്ക്കുന്നവളുമായ കോളേജ് വിദ്യാർത്ഥിനിയാണ്. പള്ളിയിൽ വന്നാൽ തിരിച്ചെത്തുമ്പോൾ കപ്പയും പൊറുക്കും തരാം എന്ന വാഗ്ദാനം ചെയ്ത് മകനുമായി പള്ളിയിലെത്തുന്ന ഒരമ്മയും മകനായ ചെറിയ കുട്ടിയും കഥാപാത്രങ്ങളായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പരിമിതമായ എണ്ണം ആളുകൾ മാത്രം ഉൾപ്പെടുന്ന ദേവാലയ അന്തരീക്ഷങ്ങളും 50 പേരിൽ കൂടുതലില്ലാത്ത തിരുനാൾ പ്രദക്ഷിണവും മറ്റും ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമാണോ? ഇങ്ങനെ വിശാലമായി ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ച് ഒടുവിൽ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആൻഡ് ജിയോജ് ബേബിയുടെ മുമ്പത്തെ സിനിമ, ആ സിനിമയെക്കുറിച്ചും പ്രത്യേകം പറയുന്നുണ്ട്. അത് ഈ ശബരിമല വിശ്വാസവും ഹൈന്ദവ വിശ്വാസങ്ങളിലെ ചില വൈരുദ്ധ്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്ന സിനിമയാണല്ലോ. അപ്പം കിട്ടിയതൊക്കെ തന്നെ അതും കൂടി കണക്ട് ചെയ്ത് അവരുടെ പിന്തുണയും കൂടി കിട്ടുമെന്ന് വെച്ചിട്ടാണോ എന്നറിയില്ല. എന്തായാലും പുരോഗമനവാദികൾക്ക് ലഭിക്കാനുള്ള പൊതുസമൂഹ പിന്തുണ ഉണ്ടാക്കാനുള്ള ശ്രമം സിനിമയ്ക്ക് പിന്നിലുണ്ട് എന്നുള്ള വ്യക്തം. സംവിധായകൻ്റെ മുൻ ചലച്ചിത്രമായ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ നായകന്മാരായിരുന്ന സുരാജ്, നിമിഷ സജയൻ താരജോഡികൾക്കപ്പുറം ഇന്ത്യയിലെ ഏറ്റവും മികച്ച 2 പേരെ നായകന്മാരെ നിശ്ചയിക്കാൻ മാത്രം വലിപ്പമുള്ള ഒരു ക്യാൻവാസ് ഈ ചലച്ചിത്രത്തിന് ഇല്ലാതിരുന്നിട്ട് കൂടി അപ്രകാരം ചെയ്തതിന് പിന്നിൽ മറ്റൊരു ബ്രില്യൻസ് ഉണ്ട് എന്ന് വ്യക്തം. മമ്മൂട്ടി, ജ്യോതിക താരജോഡികളുടെ സാന്നിധ്യം സ്ക്രീനുകൾക്ക് 10 മടങ്ങാക്കുകയും തിയേറ്റർ നിറക്കുകയും ചെയ്തു. അതായത് അത്രക്കൊന്നും കാസ്റ്റിംഗ് നമ്മൾ പറഞ്ഞാൽ തന്നെ അത്രയൊന്നും വേണ്ട കാസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. അത്ര സ്വീകാര്യത കിട്ടിപ്പോയത് മോശമായിപ്പോയി എന്നാണ് പറയുന്നത്. പിന്നെ ലൈംഗിക ആഭിമുഖ്യമുള്ളവർക്ക് തങ്ങളുടെ ശാരീരിക മാനസിക അവസ്ഥകളിൽ മാറ്റം വരുത്താൻ കഴിയാത്ത പക്ഷം അവർ ആയിരിക്കുന്ന അവസ്ഥയെ കരുണയോടെ കാണുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിലുള്ള സഭയുടെ നിലപാട്. കരുണയോടെ കാണുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കരുണയോടെ കാണുകയാണ്. അതുപോലെ കരുണയോടെ കണ്ടതാണ് ഈ സിനിമയിൽ. എന്നാൽ അതിരുകടന്ന അവകാശവാദങ്ങളോടും ലൈംഗിക അരാജകവാദികളുടെ കൈകടത്തലുകളോടും ക്രൈസ്തവ സമൂഹത്തിന് മാത്രമല്ല ധാർമ്മിക ബോധമുള്ള ആർക്കും അനുഭാവം പുലർത്താൻ കഴിയില്ല. ഇങ്ങനെ വിശദമായി പോയി ഈ പശ്ചാത്തലം, ക്രൈസ്തവ സാമൂഹ്യ പശ്ചാത്തലം ദുരുപയോഗിച്ചു എന്നാണ് KCBCയുടെ പത്രക്കുറിപ്പിൽ പറയുന്നത്. ഇപ്പോൾ ഈ സ്വവർഗ ദമ്പതികളെ അനുഗ്രഹിക്കാൻ മാർപ്പാപ്പ രംഗത്തിറങ്ങിയ ഈ ദിവസം, പ്രഖ്യാപനം വന്നതിൻ്റെ തൊട്ടടുത്ത ഈ ദിവസം കാസയും KCBCയെ പോലുള്ള സംഘടനയും എന്ത് പറയുന്നു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. മാർപ്പാപ്പയുടെ നിർദ്ദേശത്തിന് ഈ സിനിമയിലെ അച്ഛൻ്റെ നിർദ്ദേശം പോലെ തന്നെയാണോ ഈ സംഘടനകളൊക്കെ കാണുന്നത് എന്നുള്ളതാണ്. എല്ലാത്തിനുപരിയായി നിങ്ങൾ മമ്മൂട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് നടത്തിയ നീക്കങ്ങൾ ഇപ്പോൾ ഒന്നും കൂടി ആലോചിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. മമ്മൂട്ടി ഒരു ഇതര മതസ്ഥനായതുകൊണ്ട് അയാളാണെല്ലാം ചെയ്തത്, എന്നാൽ പിന്നെ ഇതൊന്ന് കുലുക്കി കുത്താം എന്ന് വിചാരിച്ചിട്ടുള്ള ആ ദുരുദ്ദേശം വളരെ കടന്നുപോയ ദുരുദ്ദേശമായിരുന്നു. മമ്മൂട്ടിയോട് നിങ്ങൾ മാപ്പ് പറയുന്നുണ്ടോ എന്നുകൂടിയാണ് ഈ വീഡിയോയിലെ ചോദ്യം. നന്ദി, നമസ്കാരം.